ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. സാധന ദ സനാതനി ഇൻസൈഡ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കറുത്ത കാക്കയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ കർഷകനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. കറുത്ത കാക്ക. കറുത്ത കാക്ക ഒരു ദിവസം പറന്നു ചെന്ന് സ്വന്തം സുഹൃത്തായ കർഷകനോട് പറയാണ്, മടുത്തടോ, മടുത്തു. ഈ എച്ചിൽ തിന്നും കറുത്തവൻ എന്നുള്ള വിളി കേട്ടുള്ള ജീവിതം എനിക്ക് മതിയായി. ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താൻ മരിക്കാൻ പോകുന്നോ? എന്തിനു വേണ്ടിയിട്ട്? ആരെങ്കിലും തന്നെ കറുത്തവൻ എന്ന് വിളിച്ച് കളിയാക്കിയാൽ ഉടനടി മരിക്കുകയാണോ വേണ്ടത്? തനിക്ക് അറിയില്ലടോ, കറുത്തവൻ എന്ന വാക്ക് എത്രയധികം വേദന എൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ടെന്നും. ഞാൻ ഈ സമൂഹത്തിലെ മുഴുവൻ മാലിന്യങ്ങളും എടുത്ത് മാറ്റിയിട്ടും എന്നെ ഒന്ന് ബഹുമാനിക്കാനോ, എന്നെ ഒന്ന് സ്നേഹിക്കാനോ, എന്നെ ഒന്ന് തലോടാനോ, എന്നെ ഒന്ന് അംഗീകരിക്കാനോ, എനിക്കൊരു സ്പേസ് ഈ ഭൂമിയിൽ തരാനോ ഒരുത്തരും തയ്യാറല്ല. ഈ ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് കർഷകൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, സ്നേഹിത, നിന്നെ നിന്റെ കളറിലും നിന്നെ നിന്റെ ജാതിയിലും നിന്നെ നിന്റെ പ്രവൃത്തിയിലും വിളിച്ച് കളിയാക്കുന്നവർ അവരുടെ സ്വന്തം ജാതിയും മതവും അവരുടെ പ്രവൃത്തിയിലുമുള്ള അപകർഷതാബോധം കൊണ്ട് ചെയ്യുന്നതാണ്. നീ മനസ്സിലാക്കേണ്ടത് നിന്നെ കുറിച്ചാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കൂ, നീ നിന്നെക്കുറിച്ച് ചിന്തിച്ചു വെക്കുന്ന എല്ലാത്തിനേക്കാൾ ഉപരിയാണ് യഥാർത്ഥത്തിൽ നീ എന്ന് പറഞ്ഞിരിക്കുന്ന ബിഗ് സ്ക്രീൻ. യു ആർ ഓൾവേസ് ബിഗർ ദാൻ വാട്ട് യു തിങ്ക് ഓഫ് യു ആർ. നീ ഒന്ന് നോക്കൂ, ഈ സമൂഹത്തിൽ മനുഷ്യർ നിന്നെ അവരുടെ പൂർവികരായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ പൂർവികരെ സ്മരിക്കുന്ന ഓരോ നിമിഷവും നിനക്കൂട്ടിക്കൊണ്ടാണ് അവർ അവരുടെ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നത്. നിന്റെ സാന്നിധ്യത്തിൽ കണ്ണുനീർ പൊഴിക്കുന്നവരാണ് അവർ. നീ വന്നില്ലെങ്കിൽ നെഞ്ചു പൊട്ടിക്കരയുന്നവരാണവർ. നീ നിന്നെക്കുറിച്ച് മനസ്സിലാക്കൂ. പിന്നെ സമൂഹത്തിൽ ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മൊത്ത കച്ചവടം നടത്തുന്ന, ഈ മൊത്ത വാണിഭം നടത്തുന്ന അവരോട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പണ്ട് ഭഗവാൻ യേശുക്രിസ്തു പറഞ്ഞ പോലെ, കടക്കൂ എൻ്റെ അച്ഛൻ്റെ ഈ ഭവനത്തിൽ നിന്ന്, നിങ്ങൾ വഴിവാണിഭക്കാർ കടന്നു പോകൂ എന്ന് പറഞ്ഞ് ചാട്ടവാറെടുത്ത് അടിക്കാനുള്ള നിയമം നമുക്കിന്നില്ല. നീ മനസ്സിലാക്കേണ്ടത് നിന്നെ കുറിച്ച് മാത്രമാണ്. നിൻ നീ എപ്പോഴും മനസ്സിലാക്കുക, നീ നീ ചിന്തിച്ചു കൂട്ടുന്നതിനേക്കാൾ വലിയവനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു മൈന കടന്നു വരുന്നത്. മൈന കർഷകനോട് പറയാണ്, ഏയ് കർഷക, വളരെയധികം വികാരഭരിതനായിട്ടാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. മൈനയോട് പുഞ്ചിരിയോടുകൂടി കർഷകൻ പറഞ്ഞു, മൈനേ, കർഷകനല്ലേ, ഇടയ്ക്കൊക്കെ സമൂഹത്തിലെ കള ഒന്ന് പറിച്ചു കളയേണ്ടി വരും. ഇത് കേട്ടതോടുകൂടി ചമ്മിപ്പോയ മൈന പറന്നങ്ങ് പോയി. തിരിഞ്ഞ് കാക്കയോട് നോക്കിക്കൊണ്ട് കർഷകൻ പറഞ്ഞു, നീ പുറമേയുള്ള ആളുകളിൽ നിന്നോ പുറത്തു നിന്നോ നിനക്ക് വിശ്വാസം നേടാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് പരാജയം സുനിശ്ചിതമാണ്. നീ നിന്നെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി നിന്റെ ചരിത്രപരമായിട്ടായ കാര്യങ്ങളാണെങ്കിലും, നിന്റെ ജാതീയമായതും നിന്റെ വർഗീയമായതും ദേശീയമായതും സാംസ്കാരികപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിന്നെ പുറകിലോട്ട് വലിക്കുകയാണ്, നിന്നിൽ ഡിസ്ബിലീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മുഴുവനും കൂടി ആവാഹിച്ച് സമാഹരിച്ച് നിന്റെ ക്ലോസറ്റിൽ കൊണ്ട് തള്ളി 3 തവണ ഫ്ലഷ് ചെയ്ത് അതിനെ നോക്കി ഹും 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 എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുക. നീ വലിയവനാണ് എന്ന ബോധ്യം നിന്നിലുണ്ടാകും. 5 സെക്കൻഡ്സ് വ്യൂ. സാധന ദ സനാതനി ഇൻസൈഡ്. താങ്ക് യു സോ മച്ച്.